എങ്ങനെയാണ് യൂറോപ്പിൽ സ്റ്റേ ആൻഡ് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഏത് രീതിയിലാണ് സാർ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? സ്റ്റേ എന്ന് പറയുന്നത് നമ്മളെല്ലാം ചൂസ് ചെയ്തിട്ടുള്ള 4 സ്റ്റാർ നല്ല ബ്രാൻഡഡ് ഹോട്ടൽസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഒരു ഹോട്ടലിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്കൊരു ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസോ ക്വാളിറ്റി ഇഷ്യൂസോ വരാൻ ചാൻസ് ഇല്ല. നമ്മൾ മുന്നേ താമസിച്ച ഹോട്ടൽസുമാണ് പലതും. സോ ഹോട്ടൽ അക്കോമഡേഷൻ വളരെ കംഫർട്ടബിളാണ്. അതേപോലെ തന്നെ ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 12 ദിവസം യാത്ര എന്ന് പറയുമ്പോൾ ഫുഡ് വളരെ ചാലഞ്ചിങ് ആണ്. സോ ആൾക്കാർക്ക് ലോക്കൽ ഫുഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ അത് ത്രൂ ഔട്ട് കഴിക്കാനൊന്നും ഇഷ്ടപ്പെടില്ല. എന്നാൽ കൂടിയും നമ്മൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ ഫുഡ് കുറച്ചെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറ്റലിയിലെല്ലാം പോകുമ്പോൾ നമ്മൾ പിസ്സ കൊടുക്കാറുണ്ട്. ഇറ്റാലിയൻ പിസ്സ വളരെ ഫേമസ് ആണ്. ഇറ്റാലിയൻ പാസ്ത വളരെ ഫേമസ് ആണ്. അതേപോലെ ചില സ്ഥലത്ത് നമ്മൾ ചൈനീസ് ഫുഡും കൊടുക്കാറുണ്ട്. സോ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കും. ഇന്ത്യൻ ഫുഡാണ് കൂടുതൽ കൊടുക്കുന്നത്. കാരണം നമ്മുടെ ആൾക്കാർക്ക് വയറ് നിറയണമെങ്കിൽ ഇന്ത്യൻ ഫുഡ് എന്തായാലും വേണ്ടി വരും. സോ അതൊന്ന് ചേഞ്ച് ആവാനും ആൾക്കാർക്കൊന്ന് ഷഫിൾ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ മെജോറിറ്റി ഇന്ത്യൻ ഫുഡാണ് കൊടുക്കുന്നത്. അതിലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കൂടുതലും ഉണ്ടാവാറ്. ലൈക്ക് റൈസ് ഉണ്ടാവും, റൊട്ടി നാൻ ഉണ്ടാവും, പിന്നെ ഒരു നോൺ വെജ് ഉണ്ടാവും, 2 വെജ് ഉണ്ടാവും, പിന്നെ ഒരു സാലഡും അല്ലെങ്കിൽ സ്വീറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡിൽ. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിസ്സ, പാസ്ത, പിന്നെ അതേപോലെ ചൈനീസ് ഫുഡും നമ്മുടെ ഈ ഒരു മെനുവിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ. പിന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് യൂറോപ്പിൽ മിക്ക ഹോട്ടലിലും അല്ലെങ്കിൽ എല്ലാ ഹോട്ടലിലും കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി ബേസിക്. എന്താണ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്? നോർമലി കൊടുക്കുന്നത് ബ്രെഡ്, ബട്ടർ, കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് ബേക്കൺ ഐറ്റംസ് അങ്ങനത്തെ, അല്ലെങ്കിൽ എഗ്ഗ്, ബോയിൽഡ് എഗ്ഗും സ്ക്രാമ്പിൾഡ് എഗ്ഗും അങ്ങനത്തെ, പിന്നെ കോൺഫ്ലേക്സ്, കുറച്ച് ജ്യൂസ് ഐറ്റംസ്. അതായിരിക്കും ഒരുവിധം എല്ലാ യൂറോപ്യൻ ഹോട്ടലിൻ്റെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റിന് മെനു വരാൻ പോകുന്നത്. സോ അത് ചിലവർക്ക് ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ പോലും നമുക്കത് ബാക്കിയുള്ള ഫുഡിൽ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ബാക്കിയുള്ള ഫുഡ് നമ്മളും ചൂസ് ചെയ്യുന്ന മെനൂസാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ആണ് ചാൻസ്. കാരണം ഇതുവരെ പോയ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ മെനു എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഫുഡ് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇന്ത്യൻ ഫുഡും അവിടുത്തെ ലോക്കൽ ഫുഡും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, തീർച്ചയായിട്ടും അതെ.